ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോ ലണ്ടനിലെ ഈസ്റ്റ് ലണ്ടനിലെ ബാർക്കിംഗ് എന്ന സ്ഥലത്തെ കുറച്ച് ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ബാർക്കിങ്ങിൽ അവിടെ ഒരു പാർക്കുണ്ട്, അതിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ ഈ ബാർക്കിങ്ങും ഒരു ഏഷ്യൻ ക്രൗഡഡ് ഏരിയയാണ്. മോസ്റ്റ്ലി ഇന്ത്യൻസ്, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, ആഫ്രിക്കൻ പീപ്പിളൊക്കെ തന്നെയുണ്ട്. വൈറ്റ് പീപ്പിളും ഉണ്ട്, എന്നാലും അവർ മൈനോറിറ്റിയാണ്. അതാണ് പാർക്ക്. അപ്പം ഇന്ന് ഇത്തിരി തണുപ്പും കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കുന്ന അതാണ് ആ ഭാഗത്തൊക്കെ. തണുപ്പിലോട്ട് കടന്ന് വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴും മരത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ പൊഴിയും. ആ മഞ്ഞ കളറിൽ കാണുന്ന അതാണ്. ആ ദൂരെ കാണുന്നത് ആസ്റ്റ എന്ന് പറയുന്ന ആ പച്ച ലെറ്റർ സൂപ്പർ മാർക്കറ്റാണ്. UK ഒരു ലീഡിങ് സൂപ്പർ മാർക്കറ്റാണ്. ഇത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രധാനപ്പെട്ട കുറേ ബിൽഡിങ്ങുകളാണ്. ഇത് സോയ ഹോട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പഴയ ഉപയോഗശൂന്യമായ ഒരു ബസ്. അതവർ ഈ ഒരു ഭക്ഷണശാലയായിട്ട് കൺവേർട്ട് ചെയ്ത് ആളുകൾ സ്ട്രീറ്റ് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ യാത്ര വളരെ സൗകര്യമുണ്ട്. ബസ്സസും ട്രെയിൻസും മറ്റ് എല്ലാ സൗകര്യങ്ങളുള്ള പ്രദേശമാണ്. ഇത് ഒരു ഓപ്പൺ മാർക്കറ്റിൻ്റെ സ്പേസാണ്. അത് ഫ്രൈഡേയിലും സാറ്റർഡേയിലും അവിടെ ഉള്ളു. അതുകൊണ്ടാണ് ആ ഭാഗം എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്. അപ്പം ഈ മാർക്കറ്റ് ഡേയിൽ അവിടെയെല്ലാം ചെറിയ ചെറിയ കടകൾ തോന ഉണ്ടായിരിക്കും. ഈ ടാർപ്പ പോലുള്ള അതൊക്കെ പിടിച്ച്. കാലാവസ്ഥ ചെറുതായിട്ടൊക്കെ മാറി, അതാണ് ആളുകളുടെ തിരക്കൊക്കെ ഇത്തിരി കുറഞ്ഞത്. അതൊരു ഏഷ്യൻ ഷോപ്പാണ്. അവിടെ നമ്മുടെ ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ, ഏത്തയ്ക്ക, മാങ്ങ, കപ്പ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിളാണ്. റോഡിൻ്റെ വാൻ കിടക്കുന്നതിന് അപ്പുറത്ത് സൈഡിൽ പാർക്കിംഗ് സ്റ്റേഷനാണ്. പാർക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് ഡിസ്ട്രിക്ട് ലൈനും ഹാമർസ്മിത്തും C2C ഈ 3 ട്രെയിൻ സർവീസുകൾ അവിടെ നിന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് ഇടവിട്ട് ബസ്സും ട്രെയിനും ഉണ്ടായിരിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കൺവീനിയൻ്റാണ്. ആ പോയതൊരു പോലീസ് വാഹനമാണ്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ സ്റ്റേഷനാണ് കാണുന്നത്. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ബസ് ഈ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ചെയ്യാൻ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത്. അതൊരു ചെറിയ ഷോപ്പിംഗ് മാളാണ്, വിക്കാറേജ് ഫീൽഡ് എന്ന്. ഞാനിപ്പം ഷോപ്പിംഗ് മാളിന് ഉള്ളിൽ കയറി. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഏഷ്യൻ മാൻ അവിടെ ഇരുന്ന് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ കച്ചവടം ചെയ്തതാണ് ആദ്യം കണ്ടത്. ഇരുവശങ്ങളിലും കടകൾ ഉണ്ട്, പല തരത്തിലുള്ള കടകൾ. ബ്യൂട്ടി സെൻറ്റേഴ്സ്, കെമിസ്റ്റ്, ബൂട്ട്സ്, ചെരുപ്പ് കടകൾ, പല കടകളുമുണ്ട്. പിന്നെ ഈ ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെയൊക്കെ ചില ആളുകൾ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യും. അതിന് അവിടെയൊക്കെ കടകളിലൊക്കെ സെയിലിൻ്റെ ബോർഡൊക്കെ ഇട്ടിരിക്കുന്ന
വില റെഡ്യൂസ് ചെയ്തിട്ടിരിക്കുന്ന ബോർഡാണ് കാണിക്കുന്നത്. ആ എൻഡിൽ ഓപ്പൺ സ്പേസിലുള്ള ഇതാണ് ഒരു ആഫ്രിക്കൻ ലേഡി അവിടെ നിന്ന് കുട്ടികൾക്ക് ഉള്ള ലേണിംഗ് ബുക്സുകളൊക്കെ വിൽക്കുന്നു. അതിന് സമീപത്തായിട്ട് ഒരു ഏഷ്യൻ മാൻ റെഡിമെയ്ഡ് വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്നതും ഉണ്ട്. ഷൂ, പിന്നെ ചെറിയ പെട്ടികൾ. അതൊരു ഡിസ്കൗണ്ട് ഷോപ്പാണ്. അവിടെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലൊരു കഫേ ഉണ്ട്, ആളുകൾക്ക് ഇരിക്കാനും കോഫി സ്നാക്സൊക്കെ കഴിക്കുന്നതിന്. എസ്കലേറ്ററുണ്ട് താഴെ ഇറക്കുന്നതിന്. ആ കോർണറിലൊരു ചെറിയ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ATM മെഷീന് വെച്ചിട്ടുണ്ട്. വളരെ വലുതല്ലാത്ത ഒരു ചെറിയ അത്ര സിറ്റിയല്ല, ലോക്കലായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ വലിപ്പമേ ആ ഷോപ്പിംഗ് മാളിനുള്ളു. നോർമലി ഇതിനകത്ത് തിരക്ക് വരേണ്ടതാണ്. ഇന്ന് കാലാവസ്ഥയും ഒന്നിലൊക്കെ പ്രതികൂലമായി